ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ. അപ്പം നമ്മളെന്ന് പറയുന്നതെന്ന് വെച്ചാൽ ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻ എങ്ങനെ പ്രോ ലെവലിൽ സെറ്റാക്കുക എന്നതുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഗെയിം പ്ലെയിൻ എടുക്കുക. അതിൻ്റെ അകത്ത് നമ്മൾ ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻ സെലക്ട് ചെയ്യുക. അതിൻ്റെ അകത്ത് നമ്മൾ അറ്റാക്ക് 1 ആണ്, അറ്റാക്ക് 1 അറ്റാക്ക് 2 എന്ന സ്ലോട്ട് ഉണ്ട്. അതിൽ ഡിഫെൻസീവ് അറ്റാക്കിങ്ങും ആങ്കറിങ്ങും ആണ് വരുന്നത്. ഇപ്പോൾ ഡിഫെൻസീവ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ലെഫ്റ്റ് ബാക്കോ റൈറ്റ് ബാക്കോ കൊടുക്കുക, ഫുൾ ബാക്കോ ആരും വേണമെങ്കിൽ കൊടുക്കാം. ഇപ്പോൾ ഫുൾ ബാക്ക് വെല്ലറ്റീനെ കൊടുക്കുകയാണെങ്കിൽ എന്താണെന്ന് വെച്ചാൽ വെല്ലറ്റ് എന്താക്കും, മുന്നോട്ട് ഒരിക്കലും കയറി പോകാണ്ട് ഡിഫെൻസീവ് കീപ്പ് ചെയ്ത് അവിടെ നിൽക്കും. അതായത് അറ്റാക്കിനൊന്നും പോകില്ല. അത് തന്നെയാണ്. ഓക്കെ, രണ്ടാമത് അറ്റാക്കിങ് നോക്കുകയാണെങ്കിൽ അറ്റാക്കിങ് എന്താണ്, അറ്റാക്കിങ് ആയിട്ട് ഞാനിപ്പോൾ ഇവിടെ ക്രൈഫിനെ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്രൈഫ് എന്താക്കും, ഡിഫെൻസിന് അങ്ങനെ സപ്പോർട്ടൊന്നും കൊടുക്കാണ്ട് അറ്റാക്കിൽ ഏത് ടൈമും അറ്റാക്കിൽ തന്നെ നിന്നിട്ട് എന്താക്കും, അറ്റാക്കിങ്ങിലേക്ക് പോയിട്ട് റൂമി അതായത് സ്ട്രൈക്കറിന് പാസ് കൊടുക്കുകയൊക്കെ ചെയ്യും. അതാണ്. ഇനി ആങ്കറിങ് നോക്കുകയാണെങ്കിൽ ആങ്കറിങ് ആകുമ്പോൾ ഇപ്പോൾ റൂമിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ റൂമി എന്താക്കും, ആ സ്ട്രൈക്കറിൻ്റെ ആ ഒരു പൊസിഷൻ, ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന പ്ലെയർ ഏതാണോ ആ ഒരു പൊസിഷനിൽ തന്നെ നിന്നിട്ട് എങ്ങോട്ടും പോകാണ്ട് അവിടെ തന്നെ നിൽക്കാൻ നോക്കും. അതുപോലെ തന്നെ ഇനി ഡിഫൻസ് 1ഉം ഡിഫൻസ് 2 ആണ്. ഡിഫൻസ് 1ൽ ഇപ്പോൾ നമുക്ക് ടൈറ്റ് മാർക്കിങ്ങും മാൻ മാർക്കിങ്ങും അവൈലബിൾ ആവില്ല. മാച്ചിൻ്റെ ടൈമിലാണ് ടൈറ്റ് മാർക്കിങ്ങും മാൻ മാർക്കിങ്ങും അവൈലബിൾ ആണ്. അപ്പോൾ ടൈറ്റ് മാർക്കിങ് നോക്കുകയാണെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഓപ്പോസിറ്റിലെ ഒരു പ്ലെയറിനെ നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ആ ഒരു പ്ലെയറിനെ ചൂസ് ചെയ്താൽ ആ പ്ലെയറിനെ കേന്ദ്രീകരിച്ചായിരിക്കും നമ്മൾ ഡിഫൻസീവൊക്കെ പോവുക, ഡിഫൻഡേഴ്സൊക്കെ പോവുക. അപ്പോൾ അടുത്ത് നോക്കുകയാണെങ്കിൽ മാൻ മാർക്കിംഗ് ആണ്. മാൻ മാർക്കിങ്ങും നമ്മളെ പ്ലേ ടൈമിലാണ് കിട്ടും. അപ്പോൾ പ്ലേ ടൈം കിട്ടുമ്പോൾ നമ്മളെന്താക്കുക, 2 പ്ലെയറിനെ ചൂസ് ചെയ്യാൻ പറയും. ഒന്ന് ഓപ്പോസിറ്റ് പ്ലെയർ ആണെങ്കിൽ ഒന്ന് നമ്മളെ പ്ലെയറുമാണ്. ആ ഒരു ഓപ്പോസിറ്റ് പ്ലെയർ ഏതാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് ആ പ്ലെയറിനെ കേന്ദ്രീകരിച്ചിട്ടാണ് നമ്മൾ ചൂസ് ചെയ്യുന്ന പ്ലെയർ പോവുക, ഡിഫെൻഡ് ചെയ്യുക. അടുത്ത് നോക്കുകയാണെങ്കിൽ കൗണ്ടർ ടാർഗറ്റാണ്. ഓക്കെ, കൗണ്ടർ ടാർഗറ്റ് നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു പ്ലെയറിനെ കൗണ്ടർ ടാർഗറ്റായിട്ട് നെയ്മറിനെ ചൂസ് ചെയ്തിട്ടുണ്ട്. എന്താക്കുക, നമ്മൾ ഡിഫെൻസിൽ നിന്ന് ബോൾ മിസ്സായിട്ടുണ്ടെങ്കിൽ എന്താക്കുക, നെയ്മർ ബാക്കോട്ട് ഓടില്ല, ബോളിനായിട്ട് പ്രസ് ചെയ്യുകയൊന്നും ചെയ്യില്ല. അതിന് പകരം നെയ്മർ എന്താക്കും, സ്റ്റാമിനയൊക്കെ കീപ്പ് ചെയ്ത് ആ ഒരു പൊസിഷനിൽ തന്നെ നിൽക്കും. എപ്പോഴാണോ നമ്മൾ അതിൽ ബോൾ കിട്ടിയിട്ട് കൗണ്ടർ പോകുന്നത് ആ ടൈമിൽ എന്താക്കും, നെയ്മർ ഓടി ബോളിന് ചോദിക്കുന്നതാണ്. അതാണ് കൗണ്ടർ ടാർഗറ്റ്. ഡിഫൻസ് 2ലാണെങ്കിൽ നമ്മൾ ഡീപ്പ് ലൈൻ എടുക്കുകയാണെങ്കിൽ ഡീപ്പ് ലൈനിൽ ഇപ്പോൾ ഞാൻ ബെല്ലിംഗ്ഹാമിനെ ചൂസ് ചെയ്തിട്ടുണ്ട്. എന്താക്കും, ഡീപ്പ് ലൈനായിട്ട് എന്താക്കും, അറ്റാക്കിനൊന്നും അധികം പോകാണ്ട് ഡിഫൻസിൻ്റെ കൂടി സപ്പോർട്ടായിട്ട് ആ ഒരു പ്ലെയർ ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് ഇതിനകത്തുനിന്ന് ഡിഫൻസിനെ ചൂസ് ചെയ്യാൻ സാധിക്കാത്തത് ഡീപ്പ് ലൈനിൽ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.